ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ എന്ന മുഖം മൂടി ഇട്ട് നടക്കുന്ന കോൺഗ്രസിന്റെ യഥാർത്ഥ മനസ്സെന്താണെന്ന് പുറത്തു വന്നൊരു ദിവസം കൂടിയാണ് ഇന്നലെ കടന്നു പോകുന്നത്. നമ്മൾ ഈ ബീഹാറിലൊക്കെ കേട്ടിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോലീസുകാരെയൊക്കെ ആക്രമിക്കുന്നത്. ഇന്നലെ നമ്മുടെ കേരളത്തിലും അത് സംഭവിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് പേരാമ്പ്രയിൽ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരെ ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ് അത് ചെയ്തത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആ വിഷയത്തിൽ ഇപ്പോൾ റിമാൻഡിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ VP ദുൽകിഫിലാണ് റിമാൻഡിലായിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖമാണ് എന്താണ് പേരാമ്പ്രയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഒരു പൂർണ്ണമായ വെളിച്ചമാണ് ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. UDFന്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിൽ അക്രമങ്ങൾ അവിടെ അഴിച്ചുവിടുകയാണ്. നാട്ടിൽ മനഃപൂർവ്വം കലാപം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് ഈ നടത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കയറുകയും പോലീസുകാരെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസുകാർ പോവുകയും ചെയ്യില്ലല്ലോ. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പരിശോധിക്കണം. കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് നമുക്ക് നോക്കാം. വിവരങ്ങളുമായി ചേതൻ കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് പ്രധാനപ്പെട്ട വിവരങ്ങളെന്ന്. ചേതൻ, ഗുഡ് മോർണിംഗ്. പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോലീസുകാരെ ആക്രമിക്കുക എന്നാൽ നമ്മൾ കേരളത്തിലത് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളിൽ ഒന്നാണ്. പക്ഷേ കോൺഗ്രസുകാർ അതും ചെയ്തിരിക്കുന്നു. പോലീസുകാരെ മർദ്ദിച്ചു. അവരിൽ പലരും ആശുപത്രിയിലാണ്. ആ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിന്റെ യഥാർത്ഥ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് പുറത്തു വരികയായിരുന്നില്ലേ പേരാമ്പ്രയിലൂടെ? തീർച്ചയായും മനു, അങ്ങനെ തന്നെ വേണം നമുക്ക് വിലയിരുത്തുവാൻ. ഈ മാസം 10-ാം തീയതിയാണ് ഷാഫി പറമ്പിൽ MP നേതൃത്വത്തിൽ പ്രവർത്തകർ പേരാമ്പ്ര ടൗണിൽ തടിച്ചുകൂടുകയും പോലീസിനെതിരെ അക്രമം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി 10ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ ഇന്നലെയും അറസ്റ്റ് ഉണ്ടായി. ഇന്നലെ പുലർച്ചെ 2 UDF പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തത്. ഒരാൾ ചെറുവണ്ണൂർ യൂത്ത് ലീഗ് പ്രസിഡന്റ് KK മുഹമ്മദ് കിണറ്റുംകരിയും മറ്റേയാൾ സുബൈർ തണ്ടോരപ്പാറ, ഈ 2 പേരെയാണ് അറസ്റ്റിലായത്. ഇവരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി ജില്ലാ പഞ്ചായത്ത് അംഗവും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ VP ദുൽകിഫിൽ എത്തുന്നത്. പാറാവ് ജോലി ചെയ്യുന്ന 2 CPOമാരെ ഇയാൾ ആക്രമിക്കുകയായിരുന്നു. പോലീസുകാരുടെ കോളർ പിടിക്കുകയും നെഞ്ചത്ത് ചവിട്ടുകയും ചെയ്തു. ഉടനെ തന്നെ ഈ 2 പോലീസുകാരെയും ആശുപത്രിയിൽ പ്രവേശിച്ചു. സമീപത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചു. ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. CPO വിനോദ് കുമാറിൻ്റെ പരിക്ക് ഗുരുതരമായതിനാൽ കൂടുതൽ വിദഗ്ധ ചികിത്സക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. സർക്കാർ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക തുടങ്ങിയ വകുപ്പുകളാണ് പോലീസ് ഇയാൾക്കെതിരെ ചുമത്തിയത്. ഈ കേസിലാണ് ഇന്നലെ കൊയിലാണ്ടി 2 ആഴ്ചത്തേക്ക് VP ദുൽകിഫിലിനെ റിമാൻഡ് ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ ഇയാൾ ജയിലിലാണ്. പ്രധാനമായും നമ്മൾ എടുത്തു കാണേണ്ടത്, അതായത് ഈ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ UDFൻ്റെ യുവ നേതാക്കളെല്ലാം എയറിലാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ എയറിൽ പോയൊരു വ്യക്തിയാണ് ഈ VP ദുൽകിഫിൽ എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, ലൈംഗിക ആരോപണ വിധേയനായി രാഹുൽ മാങ്കൂട്ടത്തിൽ, പിന്നീട് ഷാഫി പറമ്പിൽ, അതായത് ഇപ്പോൾ VP ദുൽകിഫിൽ കൂടി ഇത്തരത്തിൽ കോൺഗ്രസിന് ചീത്തപ്പേരുണ്ടാക്കുമ്പോൾ അല്ല, അതിനെ ഇവിടെ ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളൊന്നും ചെയ്തില്ല, ഞങ്ങളെ ഇങ്ങോട്ട് കയറി ആക്രമിച്ചതാണ് എന്നായിരുന്നല്ലോ ഷാഫി പറമ്പിൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അവിടെ നിന്ന് നമ്മളോട് ന്യായം വിളമ്പിയത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറി ആക്രമിച്ച് പോലീസുകാരെ മർദ്ദിച്ച് ആശുപത്രിയിലാക്കിയിട്ട് ജനറൽ സെക്രട്ടറി അറസ്റ്റിലായിട്ട് എന്തെങ്കിലും ഒരു നിലപാടോ ഒരു വിശദീകരണമോ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? മനു, ഒരക്ഷരം പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വമോ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വമോ മിണ്ടിയില്ല എന്നതാണ്. ഏറ്റവും മണിക്കൂറുകൾ കഴിഞ്ഞു ഇയാൾ റിമാൻഡിലായി. ഒരക്ഷരം പോലും കോൺഗ്രസ് പാർട്ടി ഇതിനോട് പ്രതികരിച്ചില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതോടുകൂടി ഒരു കാര്യം കൂടി മനു നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പുകൾ അടുക്കാൻ പോവുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും അടുക്കാൻ പോവുകയാണ്. സ്വാഭാവികമായി വാർത്തകളിൽ നിറയുക എന്നത് ഇവരുടെ ഒരു വലിയൊരു അജണ്ടയാണ്. കാരണം വാർത്തകൾ നിറഞ്ഞ് ഇത്തരത്തിൽ സീറ്റ് വാങ്ങിച്ചെടുക്കുക എന്നൊരു അജണ്ട കൂടി നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് ഓരോ ദിവസവും ഇവർ ഇത്തരത്തിൽ ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കി വാർത്തകളിൽ ഇടം പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇന്നലെ ഈ VP ദുൽകിഫിലിൻ്റെ പ്രകടനം കൂടി വിലയിരുത്തുവാൻ. കാരണം ഇന്നലെ അങ്ങോട്ട് പോയാണ്, മനു ഒന്ന് ആലോചിച്ച് നോക്കണം, പോലീസുകാർ ഇങ്ങോട്ട് വന്നതല്ല, പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ച് ഈ സിനിമകളിലൊക്കെ കാണാറുണ്ട്.
അല്ലെങ്കിൽ ബീഹാറിൽ നിന്നോ ഉത്തർപ്രദേശിൽ നിന്നോ ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഈ പോലീസ് സ്റ്റേഷനുകളിൽ കയറി ആക്രമണം നടത്തുക എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ അത് നമ്മൾ അധികം കേട്ടിട്ടില്ല. അത്തരത്തിലൊരു സംഭവമാണെന്നേ ഇന്നലെ നടന്നത്. അത് കോൺഗ്രസ് നടത്തിയിരിക്കുന്നു എന്നതാണ്. നാട്ടിൽ മനഃപൂർവ്വം കലാപം സൃഷ്ടിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ലക്ഷ്യവും അവർക്കില്ല. കാരണം തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയെങ്കിലും സമാധാനം ഇല്ലാതാക്കി അതിലൂടെ നേട്ടം കൊയ്യുക എന്ന മുട്ടനാടിന്റെ ചോര കുടിക്കുന്ന ചെന്നായുടെ തന്ത്രമാണോ ഇവിടെ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത്? തീർച്ചയായും മനു, പേരാമ്പ്രയിൽ ഈ മാസം 10-ാം തീയതി നമ്മളത് കണ്ടതാണല്ലോ. അന്ന് ഷാഫി പറമ്പിൽ എം പിയും സംഘവും ആരെയാണ് ടാർഗറ്റ് ചെയ്തത്? അത് LDF പ്രവർത്തകരായിരുന്നു. പക്ഷേ ഷാഫിയുടെ ഷോയിൽ കൃത്യമായി LDF പ്രവർത്തകർ വീണില്ല, നിന്നു കൊടുത്തില്ല എന്ന് വേണം പറയാൻ. പിന്നീട് സ്വാഭാവികമായും ഷാഫി പറമ്പിൽ പോലീസിനെതിരെ തിരിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണല്ലോ. അതുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ പോലീസിനെതിരെ കൃത്യമായി ഇത്തരത്തിൽ ആക്രമണം നടത്തി വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഈ VP ദുൽഫീഖിൻ്റെ നടപടി കൂടി നമ്മൾ വിലയിരുത്തുവാൻ. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമയം ഇത്രയുമായി, മണിക്കൂറുകൾ ഇത്രയുമായി ഒരക്ഷരം പോലും പാർട്ടിയുടെ നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചില്ല എന്ന് വേണം നമുക്ക് അതുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. ഏതായാലും ഈ 2 പോലീസുകാരുടെ ഒരാളുടെ നില ഗുരുതരമാണ്. ഇയാളെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഇത്തരത്തിൽ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. പല ഷോയുമായും പലരും രംഗത്ത് വരുന്നതായിരിക്കും. കാരണം സംസ്ഥാന സർക്കാർ ഭരണ നേട്ടവുമായി ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കൂടി നമുക്ക് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണല്ലോ നമ്മൾ ഇന്നലെ നിയമസഭയിലൊക്കെ കണ്ടല്ലോ, VD സതീശൻ്റെ നിലപാട് ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. ഇതിൻ്റെ ഭാഗമായി കൂടി ഇനി ഓരോ ദിവസം കൂടുമ്പം ഇത്തരത്തിൽ പല ഷോകളും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മനു. അപ്പോൾ നമ്മളത് കരുതിയിരിക്കുക മനു. ശരി, ഓക്കെ, താങ്ക് യു. ചേതനാണ് നമുക്ക് ഈ വിവരങ്ങൾ കോഴിക്കോട് നൽകിയത്. ഏതായാലും കോൺഗ്രസ് പ്രതിരോധത്തിലാണ്, മറുപടിയില്ല അവർക്ക് ആ വിഷയത്തിൽ. ഒന്നും സംസാരിച്ചിട്ടുമില്ല ഇതുവരെ ഒരു നേതാക്കളും. നോക്കാം ഇനി ഇതിനെ എങ്ങനെയാണ് അവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതെന്ന്.